രണ്ടാഴ്ച കൂടുതലുള്ള ചുമ, രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന പനി, വിറയൽ, ശരീരം ക്ഷീണിക്കുക, രക്തം ചുമച്ചു തുപ്പുക, രക്തമയം കലർന്ന കഫം, വിശപ്പില്ലായ്മ എന്നിവയാണ് TB രോഗലക്ഷണങ്ങൾ. ആയതിനാൽ രണ്ടാഴ്ചയിലധികം ചുമയുള്ള ഏതൊരു വ്യക്തിയും കഫ പരിശോധന നടത്തേണ്ടതാണ്. TB പരിശോധനയും ഫാമിലി ഡോക്ടർ ചികിത്സയും തികച്ചും സൗജന്യമാണ് എന്ന സന്ദേശം അറിയിച്ചുകൊണ്ട് ദേശീയ ക്ഷയരോഗ നിവാരണ പരിപാടിയായ NTEP ബോധവൽക്കരണ പാഠനാടകത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. Mycobacterium tuberculosis എന്ന ബാക്ടീരിയ ഞാൻ കാരണമാണ് ലോകത്ത് മധുരസുന്ദര രോഗമായ ക്ഷയം അഥവാ TB പകർന്നു പിടിക്കുന്നത്. മനുഷ്യരുടെ മണം വരുന്നല്ലോ, ഒരൽപ്പം മാറി നിൽക്കാം. ഒന്നും നേരം നീച്ചൂടെ നിൽക്ക്. എടാ വേഗം വാ, വേഗം നടക്കില്ല ചങ്ങാതിയെ, പണിക്ക് പോവാൻ സമയായി. നമ്മള് എന്തൊരു ചൂടാ ചങ്ങാതി. രാവിലെ ഞാൻ ഒന്ന് ഉറങ്ങുക, അപ്പൊ തന്നെ എണീക്കണം വെച്ചാ ഇത്തിരി പ്രയാസ. വയ്യോ വയ്യ. മനസ്സിലായി ഡയലോഗ് വേഗം നടന്നാ മതി. നിൽക്കവിടെ, ഇനി ഒരു അടി മുന്നോട്ട് നീങ്ങരുത്. അയ്യോ അയ്യോ, ഇതുവരെ എന്നെ നിങ്ങൾ മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല, എങ്കിലും നിങ്ങൾക്ക് മാത്രം കാണാം. ഞാനാണ് TB. നമ്മൾ സിനിമ കാണുന്ന TV. ഹായ് TV. നിർത്ത്. മരമണ്ടെന്ന മനുഷ്യർ നിങ്ങൾ വീട്ടിലിരുന്ന് കാണുന്ന TV അല്ല, TB ക്ഷയം. ക്ഷയം അതെന്താ? നിങ്ങളുടെ ശരീരത്തിലെ വൃക്ക, തലച്ചോറ്, നട്ടല് എന്നീ ഭാഗങ്ങളിൽ നിഷ്പ്രയാസം കയറി താമസിക്കാവുന്ന രോഗാണുവായ എനിക്ക് ഏറെ ഇഷ്ടം എന്താണെന്നറിയോ? അറിയോ? അറിയാം. നിങ്ങൾക്കിഷ്ടം കുഴിമന്തിയല്ലേ? നിങ്ങളുടെയൊക്കെ ശ്വാസകോശമാണ്. അവിടെയാവുമ്പോ കിച്ച് എന്ന് പറഞ്ഞ് നീ പറഞ്ഞിരിക്കാം. കണ്ടില്ലേ? കേട്ടില്ലേ? കേട്ടു സാറേ, ഞങ്ങൾ കേട്ടു. ഇയാളപ്പൊ നമ്മള് എന്താ വിളിക്കുക? പ്രിയപ്പെട്ട TB സാറേ. വെരി ഗുഡ്. അങ്ങനെ TB സർ. അതാണ് ശരി. സാറേ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാവില്ല. ഒരു കാലത്തും ഒന്നും മനസ്സിലാവാത്ത ജീവിയാ മനുഷ്യൻ. ഒന്ന് പറയൂ, അങ്ങ് എങ്ങനെയാണ് ഞങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതെന്ന് പറയൂ എന്റെ പൊന്നു സാറേ. ഞാൻ പറയാം. ഈ പ്രപഞ്ചത്തില് എല്ലാറ്റിനും മുൻപിലെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യ, എന്നെ പോലുള്ള ക്ഷയം പരത്തുന്ന ഒരു ബാക്ടീരിയ വന്നാൽ വാലും ചുരുട്ടി വീട്ടിലൊളിക്കുന്ന നിങ്ങളെ ഞാൻ ശരിപ്പെടുത്തും. ക്ഷയം പരക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ പഠിക്ക്. ഞാൻ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ എന്നെ പ്രതിരോധിക്കുക, ഇല്ലാതാക്കുക. ഞാൻ ഇവിടെയൊക്കെ കാണും. നോക്ക്,
നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നോക്ക്. നീ കൂടി മതി ഒരു ധൈര്യത്തിലാണ്. എന്ന നടക്കിന്റെ മനുഷ്യ വേഗം. ഇപ്പോഴെങ്കിലും തോന്നിയില്ലോ, എന്ത് അസുഖാണേലും അതിന്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കാണണം. അപ്പോഴേ അതുകൊണ്ട് ഗുണമുള്ളൂ. അതെങ്ങനെയാ എന്റെ വാക്കിന് എന്ത് വില അവിടെ ഉള്ളത്? ഒന്ന് പതുക്കെ നിൽക്കണേ. എനിക്ക് വയ്യായിട്ടല്ലേ. അയ്യോ കായലരികത്ത് മലകറിഞ്ഞപ്പോ വളവിലുക്കിയ സുന്ദരി എത്തേപ്പോ ആരും കാണാനല്ല. വൈകുന്നേരമായപ്പോൾ എല്ലാരും കൂടി ഒന്ന് കൂടണ കാണല്ലോ. കുറച്ചുകൂടി നോക്കാം. ആരും വരുന്നില്ലല്ലോ. ആരാപ്പ വരുന്നത്? ഏശരി കുട്ടപ്പനോ? എത്തേ കുട്ടപ്പ? ആചാര്യ, നിങ്ങൾ തെറ്റിദ്ധരിക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പറഞ്ഞോ ഏശനല്ലേ? പറഞ്ഞോ. അന്റെ പണി തന്നെ അതല്ലേ? നിങ്ങൾ എന്റെ കളിയാക്കല്ലേ ആചാര്യ? ഇല്ലടോച്ച് പറയ്. നമ്മള് വടക്കേറെ നായരല്ലേ ആചാര്യ? നായരുന്ന് ബ്ലോക്ക് ആശുപത്രിയിൽ വന്നിരുന്നു. ഇപ്പഴാ സർക്കാർ ആശുപത്രിയില്. എന്തിനാ ആശുപത്രി പോയത്? ഞാൻ പോയത് അളിയന്റെ കുട്ടി അവിടെ ആശുപത്രിയിൽ പനിയായിട്ട് അഡ്മിറ്റ്. അതിനെ കാണാൻ ചെന്നപ്പോ വടക്കേടെ നായരും ഭാര്യയും ആശുപത്രിയില്. ഞാൻ കണ്ടതാ. പിന്നെ 1-2 ഡോക്ടർമാര് മാറി മാറി നായരങ്ങനെ നോക്കി. ഞാൻ കണ്ട് എന്തോ പ്രത്യേകിച്ച് മൂപ്പരോട് പറയുന്നത് കേട്ടു. സത്യം. പിന്നെ ഒരടപ്പുള്ള പാത്രത്തിൽ നായരെ കഫം വരെ സിസ്റ്റർമാര് വാങ്ങിക്കിടന്ന് ഞാൻ കണ്ടു. എന്തോ കുഴപ്പം നായക്കുണ്ട്. വല്ലാതെ ആലോചിക്കണ്ട. ഇതിങ്ങനെ പാടാത്തൊക്കെ ആലോചിച്ചിട്ടേ കാരണം ഉണ്ണാ കിടക്കണ്ട കേട്ടോ. വെറുതെ അല്ല അടുത്ത നാട്ടുകാർ ഏസറിന്ന് കേറിട്ട് വേണമെങ്കിൽ അയാളോട് വല്ലാതെ നടക്കണ്ടെന്ന് പറയാനാ ഞാൻ വന്നത്. അയാൾക്ക് എന്തോ മാറാ രോഗമാണ്. വൈകുന്നേരം കൂടിയിരിക്കണ കൂട്ടത്തില് അയാളെ കൂട്ടണ്ടെന്ന് പറയാനാ ഞാൻ വന്നത്. ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അവിടെ നിക്ക്. അനക്ക് മാത്രം പറയാനുള്ള പഠിപ്പിക്കേ ഇജ് മണ്ടല്ലേ? നിക്ക്. എനിക്ക് ഇജ് ഞമ്മളോടെ നമ്മാരി ഏസറാമ്പളി വർത്തനം പറഞ്ഞ ഞാൻ ജെത്തു പറയണ്ട. എടാ നമ്മളെ നായക്ക് മാറാത്ത രോഗമല്ല, മാറുന്ന രോഗം ക്ഷയം. അതാണ് TB. ക്ഷയോ പണ്ടാരടങ്ങിയ സങ്കട ഒരിക്കലും മാറൂലട്ടാ. നിക്ക് കുട്ടപ്പ. മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രോഗം തന്നെയാ ക്ഷയം. കുട്ടപ്പ ആൾക്കാര് രോഗലക്ഷണങ്ങൾ കാണാതെ രോഗങ്ങൾ തോന്നിക്കാതെ മറ്റുള്ളവരിലേക്ക് പകർത്താൻ കഴിയാത്ത രീതിയിൽ ക്ഷയരോഗമാണ് ഇന്ത്യ കുട്ടപ്പന്റെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. അയ്യോ, എന്ത് പറഞ്ഞാൽ എങ്ങനെ ആചാരം? പേടിക്കണ്ടോ എന്ന് വെച്ചാല് അമ്മക്കൊക്കെ ക്ഷയരോഗം വരാന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിന്റെ ഡോട്ട് ചികിത്സ ഉണ്ട്. 6-8 മാസത്തിനുള്ളിലൊക്കെ പൂർണ്ണമായിട്ട് അസുഖം മാറുമോ? അപ്പോ ഒരു വരുമാനമില്ലാത്ത എനിക്കൊക്കെ TB വന്നാലേ എങ്ങനെ ഇത്രയും മാസത്തെ മരുന്ന് വാങ്ങുന്നു? കുട്ടപ്പ, നമ്മുടെ സർക്കാർ നടത്തുന്ന ഡോട്ട് ചികിത്സ ഉണ്ട്. TB എന്നുള്ള സംരക്ഷണം മാത്രമേ വലിയ ക്ഷയരോഗങ്ങളായിട്ടുള്ള MDR TB എന്നും SDR TB എന്നും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ കൂടി ചെയ്യുന്നുണ്ട്. അതൊരു പൈസന്റെ ചെലവില്ലാതെ അറിയോ? അതേതായാലും കലക്കി. അപ്പോ സർക്കാരിന്റെ ക്ഷയരോഗ ചികിത്സ പൂർണ്ണമായും സൗജന്യം. ഹാജിയാരെ ആരൊക്കെയോ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. കണ്ടില്ലേ? ഇവിടെ നമ്മളെ നായരും നമ്മളെ എച്ചയുണ്ടല്ലോ. ഭാസ്കരട്ടാ, നിങ്ങൾ എവിടുന്ന ഇവരുടെ കൂടെ കൂടി? ഇവര് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ ഞാനും കൂടെ കൂടി. സുഖം തോന്നുന്നു. ഒന്നും പറയാനായിട്ടില്ല. ഇനിയിപ്പോ സുഖം തോന്നിയാലും
ഇവിടുത്തെ മനുഷ്യന്മാർക്ക് ടിവിയെ കുറിച്ച് ഒന്നും അറിയില്ല. അറിയണ പോലെ നടിക്കുക. അതുകൊണ്ട് പറയാം, നിങ്ങൾ ഈ കൂട്ടാപ്പനെ പോലുള്ള ആളെങ്കിലും ഉണ്ടല്ലോ. പിന്നെ നിങ്ങളെന്നെ കളിയാക്കല്ലേ ആചാര്യ? ഈ ഡോട്ട്സ് ക്ഷയത്തെ സുഖപ്പെടുത്തുന്നു പറയുന്നു. അതെങ്ങനെയാ സാറേ? എന്നാ വീട്ടിലേക്ക് നടന്നോളൂ, ഞങ്ങൾ അങ്ങോട്ട് വരാം. നായരെ, നിങ്ങളോടെന്നെ പറഞ്ഞ് പുറേക്ക് നടന്നോളിന്ന്. ഓ ശരി സാറേ. കുട്ടപ്പ, ഭാസ്കരേട്ട, ഹാജി, നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മുടെ വടക്കേല നായരുടെ ക്ഷയരോഗം, TB, നെഞ്ചുവേദന, രക്തം ചുമച്ചു തുപ്പല്, വൈകുന്നേരത്തെ പനി, തൂക്കം കുറയല്, വിശപ്പില്ലാത്ത പ്രശ്നം, ഇതൊക്കെയായിരുന്നു നായരുടെ തുടക്കത്തിലെ രോഗലക്ഷണങ്ങൾ. ഇങ്ങനെ 2 ആഴ്ചയോളം ചുമയുള്ള എല്ലാവരും തന്നെ കഫപരിശോധന കേന്ദ്രത്തിൽ കഫപരിശോധന നടത്തണം. അല്ല സാറേ, ഈ സെന്ററുകളിൽ എപ്പോ ചെന്നാലും പരിശോധന നടത്തും. DMC-കളിൽ കഫമാണ് പരിശോധനയ്ക്കായി നൽകേണ്ടത്. കഫം അതിരാവിലത്തേതാവണം. സാറേ, ഇതിപ്പം ചുമക്കുമ്പോ പോലും പകരുമെങ്കിൽ നായരുടെ വീട്ടിലെ ഭാര്യയും കുട്ടികളൊക്കെ എന്താ ചെയ്യാ? പേടിക്കാനില്ല ഭാസ്കരേട്ട, നായരുടെ അസുഖം വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ടെത്താനായതുകൊണ്ട് മറ്റുള്ളവർക്ക് ക്ഷയം പകരുന്നത് ഏറെക്കുറെ തടയാൻ പറ്റും. നായർ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ ടവൽ കൊണ്ട് മറച്ചു പിടിക്കാനായി പ്രത്യേകം പറയണം. ഈ കൊറോണ വന്നപ്പോ നമ്മളെല്ലാവരും മാസ്ക് ധരിച്ച പോലെ ക്ഷയരോഗമുള്ളവരെല്ലാവരും നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്ന് നിങ്ങളെന്നെ പറഞ്ഞു തന്നത്. അല്ല സാറേ, ഭർത്താനം പറഞ്ഞ് നിന്നാ പോരാ. നമുക്ക് നമ്മളെ നായക്ക് ക്ഷയരോഗം മരുന്ന് ഡോട്ട് ചികിത്സ തുടങ്ങണ്ടേ? ഹാജിയാരെ, നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാ ഡോട്ട്സിന്റെ പെട്ടിയിൽ പോരട്ടെ. ഇങ്ങനെ രോഗിക്ക് നേരിട്ട് നൽകുന്ന ക്ഷയരോഗ ചികിത്സാ രീതിയാണ് ഫാമിലി ഡോസ്. അല്ലേ സാറേ? ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ? വേണം. കുട്ടപ്പനും ഭാസ്കരേട്ടനും എല്ലാവരും നായർ മരുന്ന് കഴിക്കുന്നു ഉറപ്പാക്കണം. അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കാതെ നമ്മളെല്ലാം കൂടെയുണ്ടെന്ന് നായരെ ബോധ്യപ്പെടുത്തണം. ഒരൊറ്റ മരുന്ന് പോലും വിട്ടുപോതൊക്കെ നായ വീടിനടുത്ത് നമ്മക്ക് സഹായിക്കും. എന്തേ എന്നെ നശിപ്പിക്കാൻ ഇവന്മാര് കാര്യമായിട്ടാണല്ലോ. കാര്യമായി വട്ടം കൂട്ടുകയാണ്. നോക്കാം ഇവന്മാർ എവിടം വരെ പോകുമെന്ന് നോക്കാം. കാത്തിരിക്കാം. ഞങ്ങൾ ഇവിടെ ഉണ്ട്, അകത്തിരിക്കുന്നു. സാറ് കയറി വരും. എങ്ങനെയുണ്ട് നായരെ സൂക്കേട്? സുഖം തോന്നുന്നുണ്ട്. ഇപ്പോ നിങ്ങളുടെ കഫത്തിലെ അണുക്കള് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മരുന്നിന്റെ അളവ് കുറച്ചത്. പക്ഷെ ഒരിക്കലും കോഴ്സ് തീരും വരെ മരുന്ന് നിർത്താൻ പാടില്ല. കുട്ടപ്പനും പഠിച്ച് നായര് മരുന്ന് കഴിച്ചപ്പോ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോ ഒരു വിധം സുഖം തോന്നുന്നുണ്ട്. മരുന്നിന്റെ റിയാക്ഷൻ എല്ലാവർക്കും ഉണ്ടാവില്ല ഭാസ്കരേട്ടാ, അപൂർവം ചിലർക്ക് മാത്രം. അത് ഡോക്ടറോട് പറഞ്ഞ പരിഹാരം കാണാൻ പറ്റും. അപ്പൊ ചികിത്സ നായട്ട് പഠിച്ചു തുടങ്ങി. ഹാജിയാരെ, മരുന്ന് കഴിക്കാതെ വരുന്നത് പതിവായി കഴിക്കാത്തവർക്കും ഡോക്ടർ പറയുന്ന അളവിൽ ശരിയായിട്ട് ഉപയോഗിക്കാത്തവർക്കുമാണ്. അതല്ലോ, നായർ മരുന്ന് കഴിക്കണേൽ ഒരിടങ്ങേറും ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ നായർക്ക് പറ്റുന്ന ഭക്ഷണമൊക്കെ നായർ കഴിക്കുകയും ചെയ്യും. പിന്നെ ബീഡി, വലി, സിഗരറ്റ് ഒന്നുമില്ല. ഇതൊക്കെയാണ് നേരത്തെ സൂക്കേട് മാറാൻ കാരണം. അപ്പൊ ഞങ്ങൾ അറിയില്ല, മരുന്നൊക്കെ ശരിക്കും കഴിക്കണം. പിന്നെ കാണാം. ശരി. കഥ പറയാൻ വന്ന എനിക്ക് ഒരു കഥയും ഇല്ലാതായി. ഈ മനുഷ്യരുടെ ഒരു ഒടുക്കത്ത ബുദ്ധി മനുഷ്യ ശരീരത്തിൽ സുഖമായി ജീവിക്കാൻ പറ്റാണ്ടായി. ആ റോബർട്ട് കോക്ക് എന്ന ശാസ്ത്രവിദ്വാൻ എന്നെ കണ്ടുപിടിച്ച് ഞാൻ എത്ര സുഖമായിരുന്നു. ഇനി ഈ രാത്രി എന്റെ അവനാഴിയിലെ അവസാനത്തെ
കനത്ത പ്രയോഗം നടത്താം. നായരുടെ വീട്ടിൽ മറ്റുള്ളവരുമുണ്ടല്ലോ. എല്ലാവരും നല്ല ഉറക്കത്തിലാ. കാണിച്ചു കൊടുക്കാം. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യാതായേ. ഒരു കാര്യം ചെയ്യാം. നായരുടെ ഭാര്യയുടെ ശരീരത്തിലേക്ക് കയറാം. അതൊരു നല്ല കാര്യമാണ്. നിൽക്കവേ. കുറെ കാലമായി നീ ഇവിടെ മനുഷ്യ ശരീരത്തിൽ ഉല്ലസിക്കുന്നു. ഞാനാണ് നിനക്കെതിരെ പ്രവർത്തിക്കുന്ന ഫാമിലി ഡോക്ടർ ചികിത്സ. ഇനി നിന്റെ ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല. ആരുടെ കുടുംബത്തിന് കൂട്ടുക? നീ രോഗിയാക്കുന്നവരുടെ സുഹൃത്ത്. ഇനി നീ ഇവരെ വിഴുങ്ങുന്നത് ഞാനൊന്ന് കാണട്ടെ. നിന്നെ ഈ നാട്ടിൽ നിന്നും ഞാൻ ഓടിക്കും. അയ്യോ, ഇല്ല, ഒരിക്കലും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. ഇനി ഒരിക്കലും അടുക്കാത്ത രീതിയിൽ ഞാൻ കുടിച്ചു. ഇനി ഞാനിവിടെ കാവൽ നിൽക്കും. നിങ്ങളെല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കം വച്ച് ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. ഈ ഫാമിലി ഡോക്ടർ ചികിത്സ കൊണ്ട് ക്ഷയം പൂർണ്ണമായും മാറുമെന്ന് എനിക്ക് ബോധ്യമായി. അത് മാത്രമല്ല, ക്ഷയം വന്ന ആളുകളുമായി ഇടപഴകുന്നവർക്ക് ക്ഷയരോഗ പ്രതിരോധ ചികിത്സയുമുണ്ട്. ഈ നാട്ടിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ക്ഷയരോഗത്തെ തുരത്തുന്ന ഒരു പട്ടാളക്കാരനായി ഞാൻ വർദ്ധിക്കും. നമുക്ക് ഒരുമിച്ച് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൽ പങ്കാളികളാവാം. പുതുവഴികളുണ്ടാവും, പുതുശക്തികളാവാം. ദേശീയ ക്ഷയരോഗ ബോധവൽക്കരണ ഭാവനാടകം ഇവിടെ പൂർണ്ണമാകും.